ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ആദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഒരു സാധാരണ വീട്ടമ്മയുടെ അനുഷ്ഠാന ക്രമത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു വീട്ടമ്മ എങ്ങനെയായിരിക്കണം ഒരു വീട്ടിൽ ആചരിക്കേണ്ടത്? ഒരു വീടിന്റെ പരമാധികാരി വീട്ടമ്മയാണ് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇത് പറയാൻ കാരണം പലപ്പോഴും വീട്ടമ്മമാർ തൻ്റെ കർത്തവ്യ കർമ്മത്തിൽ നിന്ന് അഥവാ തൻ്റെ കർത്തവ്യ ബോധത്തിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നു. ഇവിടെയാണ് രാമായണത്തിൽ ജനക മഹാരാജാവ് തൻ്റെ പുത്രിയായ സീതാദേവിക്ക് സീതാ സ്വയംവര സമയത്ത് പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു എന്ന് രാമായണം പറയുന്നു. പാതിവ്രത്യധർമ്മം അവലംബിക്കുന്ന ഒരു വീട്ടമ്മയുടെ കർത്തവ്യ കർമ്മം ജനക മഹാരാജാവ് ഇത് ഉപദേശിച്ചു കൊടുത്തത് ഞാനിത് എടുത്തു പറയാൻ കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബ കലഹങ്ങൾ നടക്കുന്നത് ഹിന്ദു സമാജത്തിലാണ്. ഫാമിലി കോർട്ടുകളിൽ അഥവാ കുടുംബ കോടതികളിൽ എത്തുന്ന കേസ് മാത്രം പരിശോധിച്ചാൽ ഏതാണ്ട് 80% മുകളിൽ ഹിന്ദു സമാജത്തിൽ നിന്നാണ്. അതുപോലെ ഫാമിലി കൗൺസിലിംഗ് സെന്ററുകളിൽ എത്തുന്ന കേസുകൾ പരിശോധിച്ചാൽ 67% മുകളിൽ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ജനക മഹാരാജാവിൻ്റെ പതിവ്രതാധർമ്മോപദേശം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജനകൻ സീതാസ്വയംവര സമയത്ത് തൻ്റെ പുത്രിക്ക് 4 ഉപദേശങ്ങളാണ് കൊടുത്തത്. ഒന്ന്, ഭോജനകാലേ കാകബലീനാം, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു കാക്കയ്ക്ക് ബലി കൊടുക്കുന്നതിനെ കുറിച്ച്. അതാണ് ആദ്യത്തെ ഉപദേശം. രണ്ടാമത്, ഈ കാകബലി എന്ന് പറയുമ്പോൾ അരി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 2-3 സ്പൂൺ ചോറ് ഒരു ഇലച്ചിന്തിലെടുത്ത് തെക്കുവശത്ത് കാക്കയ്ക്ക് കൊടുക്കണം. അതാണ് ഭോജനകാലേ കാകബലീന. ഏകവിംശതി കുലോദ്ധാരണായ, 21 തലമുറകളായി മരിച്ചിട്ടുള്ള പിതൃക്കളുടെ ആത്മാവിന് മോക്ഷം സിദ്ധിക്കുന്ന കർമ്മ പദ്ധതിയാണ് ഈ വീട്ടമ്മ ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ ഉപദേശമാണ് രാത്രൗ രാമായണം കുരിയാൽ, രാത്രിയിൽ രാമായണം വായിക്കണം. സ്വാഭാവികമായും ഒരു സംശയമുണ്ടാകും, സീതയുടെയും രാമന്റെയും ചരിതമല്ലേ രാമായണം? ആ രാമായണം സീതയോട് വായിക്കണം എന്ന് പറയുന്നതിൽ എന്തോ ഒരു വൈരുദ്ധ്യാത്മകത നമുക്കൊരുപക്ഷെ തോന്നാം. ഒരു വൈരുദ്ധ്യാത്മകതയും വേണ്ട. സീതാദേവി രാമായണം വായിച്ചിരുന്നു എന്ന് രാമായണം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഭഗവാൻ ശ്രീരാമൻ വനവാസം ചെയ്യാൻ തയ്യാറാകുന്ന സമയത്ത് സീതയോട് പറയുന്നുണ്ട്, നീ ഈ മാതാപിതാക്കളെ ശുശ്രൂഷിച്ചുകൊണ്ട് നീ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചുകൊള്ളൂ, ഞാൻ 14 വർഷം വനവാസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരാം എന്ന് പറയുമ്പോൾ സീത പറയുന്ന ഒരു ഭാഗമുണ്ട് രാമായണത്തിൽ. കച്ചിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പണ്ടരുളി ചെയ്തു, ഭർത്താവിനൊത്തു വനത്തിൽ വസിക്കുവാൻ എത്തും ഭവതിക്ക് യോഗമറിഞ്ഞാലും. തീർന്നില്ല, സീത പറയുകയാണ്, രാമായണങ്ങൾ പലതും കവിവര രാമോദമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകി ഇല്ലാതെ എന്ന് രഘുവരൻ കാനനവാസത്തിനായി പോയിട്ടുള്ളൂ. ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീത രാമായണം കേട്ടിരുന്നു. ഒരു വീട്ടമ്മ എന്നും വൈകുന്നേരം രാമായണം പാരായണം ചെയ്തിട്ട് വേണം കിടക്കാൻ. കർക്കിടക മാസത്തിലല്ല, രാമായണ മാസത്തിൽ മാത്രമല്ല, നിത്യേന രാമായണം പാരായണം ചെയ്യണം.
ഒരു വീട്ടമ്മയുടെ കർത്തവ്യ കർമ്മമാണ്. കാരണം അവിടെ ഒരു കുടുംബ സംവിധാനം എങ്ങനെയായിരിക്കണം, ഭാര്യാധർമ്മം എന്തായിരിക്കണം, ഭർത്തൃധർമ്മം എന്തായിരിക്കണം, പിതൃധർമ്മം എന്തായിരിക്കണം, മാതൃധർമ്മം എന്തായിരിക്കണം, പുത്രധർമ്മം എന്തായിരിക്കണം, അതേക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു രാമായണത്തിൽ. അതുകൊണ്ടാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആധ്യാത്മിക മോക്ഷശാസ്ത്രമാണ് ശ്രീമദ് രാമായണം എന്ന് പറയാൻ കാര്യം. ഈ രാമായണം പാരായണം ചെയ്യണം. ഇത് രണ്ടാമത്തെ ഉപദേശം. മൂന്നാമത്തേതാണ് ശയനേ ഹസ്തതാഠനം. കിടക്കാൻ നേരത്ത് കിടക്ക തട്ടിക്കൊടഞ്ഞ് വിരിച്ചേ കിടക്കാവൂ എന്നാണ്. ഇപ്പോഴാണ് മെഡിക്കൽ സയൻസ് ആ രഹസ്യം കണ്ടുപിടിച്ചത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഏതാണ്ട് 7 മണിക്കൂർ സമയം ഉറങ്ങും. ഈ 7 മണിക്കൂർ സമയം കൊണ്ട് 25 ലക്ഷം കോശങ്ങൾ അടർന്ന് ബെഡിൽ വീഴും. ഇത് നിത്യേന കിടക്ക തട്ടിക്കുടഞ്ഞ് വിരിച്ച് കിടക്കാൻ കഴിയാതെ വന്നാൽ ഇത് രോഗാണുക്കളായി പരിണമിക്കും, ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടാക്കും. ഇത് ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞതെന്ന് കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ജനകന്റെ ഉപദേശത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യം വരുന്നത്. ത്രേതായുഗത്തിലാണ്. നമുക്ക് ചതുർയുഗങ്ങളുണ്ട്. 17,28,000 വർഷമാണ് കൃതയുഗം. 12,96,000 വർഷമാണ് ത്രേതായുഗം. 8,64,000 വർഷമാണ് ദ്വാപരയുഗം. 4,32,000 വർഷമാണ് കലിയുഗം. ഈ ത്രേതായുഗത്തിൽ ജനക മഹാരാജാവ് തന്റെ പുത്രിക്ക് ഉപദേശിച്ചു കൊടുത്ത പാതിവ്രത്യ ധർമ്മം ഇന്നും കാലാതീതമായി ശാസ്ത്രാതീതമായി നിലനിൽക്കുന്നുവെങ്കിൽ ഈ സംസ്കാരമല്ലേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടത്, ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടത്? ഇതാണ് മൂന്നാമത്തെ ഉപദേശം, ശയനേ ഹസ്തതാഠനം. നാലാമത്തെ ഉപദേശമാണ് പ്രഥമേ കോപം വിനിശ്യതി. പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ടല്ലോ, അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ്. പെൺകുട്ടികളുടെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അതിന് നമ്മൾ മുൻശുണ്ടി എന്നൊക്കെ പറയും, അത് പൂർണ്ണമായും ഒഴിവാക്കണം. കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമാണ്. ഇതാണ് 4 ഉപദേശങ്ങൾ. ഏതൊക്കെയാണ്? ആദ്യം ഭോജനകാലേ കാകബലീനാം. 2 രാത്രൗ രാമായണം കുര്യാൽ. 3 ശയനേ ഹസ്തതാഠനം. 4 പ്രഥമേ കോപം വിനിശ്യതി. ഈ 4 ഉപദേശങ്ങൾ നമ്മുടെ വീട്ടമ്മമാർ, സീതാദേവിയെ പ്രതീകമാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടമ്മമാരോട് ഉപദേശിച്ചതാണ് ജനക മഹാരാജാവ്. ജനകൻ നിസാറിനല്ല, രാജർഷിയാണ്. തത്വജ്ഞാനി രാജാവാകണം എന്ന സംസ്കാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട രാജർഷി സംസ്കാരത്തിന്റെ ഉത്തമ പ്രതീകമായിരുന്നു ജനക മഹാരാജാവ്. അതുകൊണ്ട് തന്നെ ഈ ഉപദേശങ്ങൾ എല്ലാ വീട്ടമ്മമാരും യഥാവിധി അനുസരിക്കുവാൻ, അതിനനുസരിച്ച് തന്റെ ജീവിതത്തിൽ അത് അനുഷ്ഠാനമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാം ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം. ഈ സന്ദേശം പരമാവധി എല്ലാ സമൂഹത്തിലും എല്ലാവരിലും എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് സന്ധ്യാനാമ ജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ടാവും. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ്. ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എല്ലാവർക്കും സാദര നമസ്കാരം.